എന്താ അറിയില്ല, പെട്ടെന്നൊരു മോമോസ് കഴിക്കാൻ പോയി മനസ്സിൽ വിചാരിച്ചപ്പോ ഇൻസ്റ്റഗ്രാമിൽ എനിക്കത് കാണിച്ചെന്ന്. അപ്പൊ നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കാതൊക്കെ തോന്നുന്നു. നല്ല ക്രീമി ചിക്കൻ ഹണി ഡംപ്ലിങ്സ് ആയാലോ, ബാ നമുക്ക് ഉണ്ടാക്കാം. അതിന് ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് മൈദ ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചെറിയ ചൂടുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കാം. നമുക്ക് അതിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു സോസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഹണി ചിക്കൻ ഡംപ്ലിങ്സ് അല്ലേ, അപ്പം നമുക്ക് കുറച്ച് ഹണി ചേർക്കാം. അലങ്കാരത്തിന് വേണ്ടി കുറച്ച് സെസമി സീഡും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മിൻസ്ഡ് ചിക്കൻ ആഡ് ചെയ്തിട്ട് നമ്മൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഒന്ന് അരച്ചെടുത്താം കേട്ടോ. അതിലേക്ക് കുറച്ച് ഹണി, സോയാ സോസ്, ചെറുതായിട്ട് കട്ട് ചെയ്ത സവാള, ക്യാപ്സിക്കം, പച്ചമുളക്, കുറച്ച് ഗാർലിക് പേസ്റ്റ്, കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കുക. 10 മിനിറ്റിന് ശേഷം നമ്മൾ മാവ് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. അത് നമുക്ക് നല്ല തിന്നാക്കി പരത്തിയെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ പത്തിരി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്സ് വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് പല ഷേപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം ആ ഷേപ്പ് നിങ്ങൾക്ക് ആക്കിക്കോളി. ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, പിന്നെ ഈ ഷേപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതാണ് എനിക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് തോന്നിയത്. അപ്പോൾ ഈ ഷേപ്പ് തന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ എല്ലാ ഡംപ്ലിങ്സും നമ്മൾ ചെയ്തെടുത്തിട്ടോ. ഇനി എല്ലാം നമുക്ക് പാനിൽ ഇങ്ങനെ നിരനിരായിട്ട് വെച്ചെടുക്കാം. ശേഷം ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് കഴിക്കാം. സ്റ്റീമർ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഡംപ്ലിങ്സ് നല്ല കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. ഞാനിവിടെ മയനീസ് ആയിട്ടോ ഡിപ്പ് സോസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. വൈറ്റ് സോസും ആക്കാം. ആൻഡ് സ്പൈസി സോസ് കൂടി ചേർന്നാൽ അടിപൊളി കോംബോ ആണ്. എന്തായാലും ട്രൈ ചെയ്തൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇങ്ങനെ ചൂടോടെ നിൽക്കല്ലേ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.